ഇരട്ടക്കൊലപാതക കേസിലെ പ്രതിയെ കണ്ടെന്ന നാട്ടുകാർ പ്രദേശത്തെ ആളൊഴിഞ്ഞ വീടിന്റെ പരിസരത്ത് പ്രതി ചെന്താമരയെ കണ്ടുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. സ്ഥലത്ത് നാട്ടുകാർ സംഘം ചേർന്ന് തിരച്ചിൽ നടത്തുകയാണ്. MS ലിഷോയ് വിവരങ്ങളുമായിട്ട്. ലിഷോയ്, ആ പരിസരം വിട്ട് അദ്ദേഹം പോകാനിടയില്ല എന്ന് തന്നെയാണ് നാട്ടുകാർ പലരും നമ്മളോട് നേരത്തെ തന്നെ പ്രതികരിച്ചത്. ഏത് ഭാഗത്ത് ഇയാളെ കണ്ടുവെന്നാണ് നാട്ടുകാർ പറയുന്നത്? പോലീസ് ആ സ്ഥലങ്ങളിൽ എത്തിയിട്ടുണ്ടോ? പ്രതിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോൾ തുടരുകയാണ്. നാട്ടുകാർ സംഘം ചേർന്ന് വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ പരിശോധന നടത്തുകയാണ്. അതായത് ഈ പ്രതിയെ ഈ വീടിനോട് ചേർന്നുള്ള സ്ഥലത്ത്, അതായത് വീടിന്റെ പുറകിലുള്ള വയലിന് അപ്പുറത്തുള്ള വനപ്രദേശത്ത് കണ്ടു എന്നുള്ളതാണ് പറയുന്നത്. ചേട്ടാ, എന്താണ് ഇവിടെ ഇങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ തിരച്ചിൽ നടത്താൻ കാരണം? ആൾ പ്രതിനെ കണ്ടു. പുറകെ ഒരു വീട്ടിന്റെ പുറകെ വശത്ത് ആളെ പ്രതിനെ കണ്ടു. അതിനുശേഷമാണ് വിളിച്ചിട്ട് എല്ലാവരും കൂടി തിരയുന്നത്. എല്ലാവരും ആൾക്കാർ എത്ര പേരുണ്ട്? നിങ്ങൾ 70-80 പേരുണ്ടാവും. അത്രയുണ്ട്. ഈ എങ്ങനെയാ ഇപ്പൊ തെരച്ചിൽ ഇങ്ങനെ നടത്തുന്നത്? പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ ഈ ഏരിയയിൽ എല്ലാവരും ഉണ്ട്. ഓരോ ഭാഗങ്ങൾ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അറിയുന്ന സ്ഥലങ്ങളിലൊക്കെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കയ്യിൽ വടിയും മറ്റേ ആയുധങ്ങളൊക്കെ. സേഫ്റ്റിയിലാണ്, നമുക്ക് സേഫ്റ്റി. ആളെ കണ്ടിരുന്നോ? ആളെ ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ ഒരു കൂട്ടുകാരൻ കണ്ടിട്ടുണ്ടായിരുന്നു. അവന്റെ വീട്ടിൽ പറഞ്ഞത് ആളെന്താ പറഞ്ഞത്? കണ്ട ആള് പറഞ്ഞ് ഓടുന്നുണ്ടായിരുന്നു എന്നാ പറഞ്ഞത്. അവന്റെ വീടിന്റെ പുറകെ വെച്ചിട്ട് ഓടുന്നുണ്ടായിരുന്നു എന്നാ പറഞ്ഞത്. അപ്പൊ അത് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടി. അപ്പൊ തന്നെ വന്ന് ഞങ്ങൾ 4 ടീമായിട്ട് ഞങ്ങൾ തെരഞ്ഞുകൊണ്ടിരിക്കണം. കയ്യിൽ ആയുധം കാര്യങ്ങളെല്ലാം ഉണ്ട്. സേഫ്റ്റി ആയിട്ട് നമുക്ക്. അയാളുടെ കയ്യിൽ ആയുധം ഉണ്ടായിരുന്നു. അയാളുടെ കയ്യിൽ എന്തോ ഒരു കൊടുപാട് എന്തോ കത്തി ഉണ്ട് എന്നാണ് നമുക്ക് അറിഞ്ഞൊരു ഇൻഫർമേഷൻ. അപ്പൊ ആ ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പല ഇടങ്ങളിലായി ആളുകൾ തിരയുകയാണ്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ആളുകൾ മാത്രമല്ല, പല ഇടങ്ങളിലായി പല സ്ഥലങ്ങളിലായി ആളുകളെല്ലാം തന്നെ കൂടി ഇങ്ങനെ പരിശോധന നടത്തുകയാണ്. ഇതൊരു വനപ്രദേശത്തിന് സമാനമായ ഇടത്തുകൂടെയാണ് നമ്മൾ നടക്കുന്നത്. അതായത് ഒരു വളരെയധികം ഒരാൾ ഒളിച്ചിരിക്കുകയാണെങ്കിൽ പകൽ സമയത്തൊന്നും തന്നെ യാതൊരു വിധത്തിലും കാണാൻ സാധിക്കില്ല. അത്രത്തോളം ഒരു മരങ്ങളെല്ലാം തിങ്ങി ആ ഒരു ഇടത്തുകൂടെയാണ്. പുറത്തുനിന്ന് നോക്കിയാൽ വലിയ തോതിൽ ഒന്നും കാണാൻ സാധിക്കാത്ത ഇടത്തുകൂടെയാണ് ഇവിടെയെല്ലാം തന്നെ പരിശോധന നടത്തുന്നത്. വളഞ്ഞ് ഈ പ്രദേശം മുഴുവൻ പൂർണ്ണമായും വളഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ ആളുകൾ വടിയും മറ്റു ആയുധങ്ങളും എല്ലാമായാണ് പരിശോധന നടത്തുന്നത്. കാരണം ഈ പ്രതി വളരെ അക്രമകാരിയാണ്. അയാൾ എന്തിനും മടിക്കാത്ത ഒരാളാണ് എന്നുള്ളത് കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ തിരച്ചിൽ നടത്തുന്ന ആ ഒരു സംഘാംഗങ്ങളെല്ലാം തന്നെ നടത്തുന്നത്. അതായത് അതുകൊണ്ട് തന്നെ ഏത് രീതിക്കുള്ള ആക്രമണം പ്രതിയുടെ ഭാഗത്തു നിന്നും പോലും ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള തരത്തിലുള്ള ഒരു മുന്നൊരുക്കങ്ങളും എല്ലാമായി തന്നെയാണ് ഈ നാട്ടുകാരെല്ലാവരും തന്നെ തിരയുന്നത്. ഇതിൽ പോലീസുകാരും ഉൾപ്പെട്ടിട്ടുണ്ട്. അതായത് പോലീസ് സംഘങ്ങൾ ഇവിടെ വിന്യസിച്ചിട്ടുണ്ടായിരുന്നു. ഇയാളെ കണ്ടെത്തുകയാണെങ്കിൽ ഉടൻ തന്നെ പിടികൂടുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ ഈ പ്രദേശത്താകെ നിരീക്ഷണം നടത്തുന്നതിനും എല്ലാം തന്നെയായി അവരും ഈ മേഖലയിൽ തിരച്ചിൽ നടത്തുന്നതിന് ഈ നാട്ടുകാരോടൊപ്പം കൂടിയിട്ടുണ്ട്. എന്തായാലും പ്രതിയെ കണ്ടു എന്നുള്ളൊരു ഉറച്ച ഒരു വിശ്വാസത്തിൽ തന്നെയാണ്. അതായത് ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ പ്രതിയെ കണ്ടു. പ്രതി ആ ഒരു ഒഴിഞ്ഞ വീട്ടിൽ, പണിതീരാത്ത വീട്ടിൽ നിൽക്കുന്നത് കണ്ടു. ഉടനടി തന്നെ അയാളെ വിളിക്കുകയും ആ ഒരു സമയത്ത് തന്നെ ഈ പ്രതി അവിടെ നിന്ന് ഓടി മറയുന്നത് കണ്ടു എന്നുള്ളതാണ് പ്രധാനമായും ഇവരെല്ലാവരും തന്നെ പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ ആളുകളെ ഈ പ്രദേശത്തേക്ക് വിളിച്ചു വരുത്തി ഇവിടെയെല്ലാം തന്നെ വലിയ തോതിലൊരു തിരച്ചിൽ നടത്തുന്നത്. എന്തായാലും ഒരു തരത്തിലും നേരത്തെ നമുക്കറിയാവുന്നതുപോലെ തന്നെ പണ്ട് ഈ സുധാകരൻ്റെ ഭാര്യയെ കൊലപ്പെടുത്തിയ സമയത്ത് 5 ദിവസത്തോളം വനമേഖലയിലെല്ലാം തന്നെ കഴിഞ്ഞ ശേഷമാണ് പ്രതിയെ പിടികൂടാനായി കഴിഞ്ഞത്. ആ സമയത്ത് ഭക്ഷണം കഴിക്കാനായി വീട്ടിലേക്ക് വന്ന സമയത്താണ് ഈ പ്രതിയെ പിടികൂടിയത്. അങ്ങനെ ഈ വനപ്രദേശത്ത് തന്നെ ഉണ്ടാകും. നമ്മൾ ഏകദേശം 5 മണിയോടുകൂടിയുള്ള ലൈവിൽ നമ്മൾ പ്രദേശത്തുണ്ടായിരുന്ന ആളുകളുമായി സംസാരിച്ചു. ആ സമയത്ത് ഒരു വ്യക്തി പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്തൊക്കെയുണ്ടെങ്കിലും ഈ പ്രതി ഈ പരിസരത്ത് തന്നെ ഉണ്ടാകും, അവൻ ഇവിടെ വിട്ട് പോകാനായി സാധ്യതയില്ല എന്ന് ഉറപ്പിച്ച് അദ്ദേഹം പറയുകയും ഉണ്ടായി. അതിന് സമാനമായി തന്നെയാണ് ഇവിടുത്തെ ആളുകൾ ഇപ്പോൾ പ്രതിയെ കണ്ടു എന്ന് പറയുന്നത്. എന്തായാലും തിരച്ചിൽ ഊർജിതമാക്കി തന്നെ തുടരുകയാണ്. ലിഷോയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ചെന്താമരയെ തിരയുകയാണ് നാട്ടുകാർ. 2 പേരെ മൃഗീയമായി കൊലപ്പെടുത്തിയ ചെന്താമര എന്ന പ്രതിയെ തേടി നാട്ടുകാരുടെ തിരച്ചിലാണ് ഈ വൈകിയ വേളയിലും നെന്മാറയിൽ നടക്കുന്നത്. ലിഷോയ്, പോലീസ് എത്ര സംഘങ്ങളായി തിരിഞ്ഞ് എവിടെയൊക്കെ പരിശോധന നടത്തുന്നു? ഇന്ന് തന്നെ ഇയാളെ പിടികൂടാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ്. ഇപ്പം നേരത്തെ അവിടുത്തെ അയൽക്കാരുടെയൊക്കെ പ്രതികരണങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ എൻ്റെ സെറ്റപ്പ് കണ്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞ് ഈ അരിവാളും വെട്ടുകത്തിയും ഒക്കെ നാട്ടുകാരെ കാണിച്ചു ഭയപ്പെടുത്തിയ ആളാണ് പ്രതി. പിന്നീടാണ് ഈ 2 പേരെ മൃഗീയമായി കൊലപ്പെടുത്തുന്നത്. നേരത്തെ ഒരു കൊലപാതകം, ആ കുടുംബത്തിലെ 3 പേരാണ് ഇയാളുടെ കത്തിക്കിരയായത്. പോലീസ് എങ്ങനെയാണ്? നാട്ടുകാർക്കൊപ്പം പോലീസ് ഉണ്ടോ, അതോ പോലീസ് സ്വയം അവരുടേതായ രീതിയിലുള്ള പരിശോധന നടത്തി വരികയാണ്? ധനേഷ് എന്ന് പറയുന്ന വ്യക്തി പണി തീരാത്ത ഒരു വീടിന് മുന്നിൽ
ഈ നാട്ടുകാർക്കിടയിലും അതായത് മഫ്തിയിൽ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, കൂടാതെ ഈ ചെന്താമരയുടെ വീട്ടിലും നിലവിൽ പോലീസുണ്ട്, അതുപോലെ തന്നെ തറവാട്ട് വീട്ടിലും പോലീസിന്റെ സാന്നിധ്യമുണ്ട്. ഇവിടേക്കെല്ലാം തന്നെ ചെന്താമര വരും എന്നുള്ളൊരു അത്തരത്തിലുള്ള ഒരു വിശ്വാസമാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതിനോടൊപ്പം തന്നെ അങ്ങനെ വരികയാണെങ്കിൽ പിടികൂടുന്നതിന് വേണ്ടിയും നിരീക്ഷണം നടത്തുന്നതിന് വേണ്ടിയും എല്ലാം തന്നെയാണ്. നേരത്തെ കഴിഞ്ഞ തവണ ഈ സുധാകരന്റെ ഭാര്യയെ കൊലപ്പെടുത്തിയ സമയത്ത് ഈ ചെന്താമര വീട്ടിലേക്ക് വന്നു എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത്. ആ വീട്ടിലേക്ക് വന്ന സമയത്താണ് ഇത്തരത്തിൽ പിടികൂടാനായി കഴിഞ്ഞത്. എന്താണ് ചേട്ടാ, വേറെ എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടോ? ഇല്ല, ആൾ പ്രതിനെ അപ്പോൾ മറ്റേ മീൻ പിടുത്തം ആളുടെ വീട്ടിലെ മകനാണ് കണ്ടത്, മൂത്ത മകനെ കണ്ടത് പറഞ്ഞു. അങ്ങോട്ട് ഓടിപ്പോണ് പറഞ്ഞു. പക്ഷെ നമ്മൾ ഈ മൊത്തം തൂണുകളല്ലേ നമുക്ക് തിരയാനുള്ള, നമുക്ക് ലൈറ്റും കാര്യങ്ങളൊന്നും ഒന്നുമില്ല. ആ മൊബൈൽ ടോർച്ച് വെളിച്ചത്തില്ലേ നമ്മൾ തിരയണം. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും തിരയാൻ തന്നെയാണോ ഉദ്ദേശം? ഇപ്പം ആളിന് കിട്ടുന്നവരെ നീ തിരഞ്ഞ നമുക്ക് ഉറക്കമില്ലല്ലോ. നമുക്ക് മറ്റേ എന്താ വീട്ടിൽ കിടന്നുറങ്ങാനുള്ള ഇതില്ലല്ലോ. എന്തും ചെയ്യാൻ മടിക്കാത്ത അങ്ങനെ ആള് മെന്റാലിറ്റി ഉള്ള ആളാണ്, ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യുന്നത്. അതാണ് നമ്മൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വൈകുന്നേരം സംസാരിച്ച ഒരു സമയത്ത് അവിടെ നമ്മളോട് സംസാരിച്ച വ്യക്തി പറയുകയുണ്ടായി, അതായത് ഇനിയും 2 പേർ കൂടി ഈ ചെന്താമരയുടെ ലിസ്റ്റിലുണ്ട് എന്ന്. അതായത് നേരത്തെ കൊലപ്പെടുത്തണമെന്ന് അയാൾ ഉറച്ച് തീരുമാനിച്ചിരുന്ന കുറച്ച് ആളുകൾ കൂടി ഈ ലിസ്റ്റിലുണ്ട് എന്നുള്ളതാണ്, ചെന്താമരയുടെ ലിസ്റ്റിലുണ്ട് എന്നുള്ളതാണ് നേരത്തെ വൈകുന്നേരം നമ്മളോട് സംസാരിച്ച ആ വ്യക്തി പറഞ്ഞിരുന്നത്. ഈ മേഖലയാകെ തന്നെ ഏകദേശം വലിയ വിസ്തൃതിയുള്ള സ്ഥലമാണ്. ഇവിടെ എല്ലാം തന്നെ പല ഇടങ്ങളിലായി ആളുകൾ തിരച്ചിൽ നടത്തുകയാണ്. പോലീസും ഈ കൂട്ടത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. പോലീസ് സംഘങ്ങൾ നമ്മൾ നേരത്തെ നഗരപ്രദേശത്തേക്ക് നെന്മാറ മേഖലയിലേക്കെല്ലാം തന്നെ പോയപ്പോൾ അവിടെയും വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് അവിടെ പരിശോധനയെല്ലാം തന്നെ നടത്തുന്നുണ്ട്. അതായത് പല ഇടങ്ങളിൽ വാഹന പരിശോധനയും അതുപോലെ തന്നെ മറ്റു പരിശോധനകളും എല്ലാം തന്നെ ആ പ്രദേശത്തെല്ലാം തന്നെ നടത്തുന്നുണ്ട് എന്നുള്ളത് നമുക്കും നേരിട്ട് വ്യക്തമായ ഒരു കാര്യമാണ്. അതായത് എങ്ങനെയും അധികം വൈകാതെ തന്നെ ഈ പ്രതിയെ പിടികൂടുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് പ്രധാനമായും ഇവിടെ പരിശോധനകളെല്ലാം തന്നെ നടക്കുന്നത്. എന്തായാലും വലിയ തോതിലുള്ള പരിശോധന നാട്ടുകാരുടെ സഹായത്തോടു കൂടി തന്നെ ഇവിടെ നടക്കുകയാണ്. ഒരുപക്ഷെ ഈ ഒരു പ്രദേശത്ത് തന്നെ പ്രതി ഉണ്ട് എന്ന ഒരു ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് ഇവിടുത്തെ ആളുകളെല്ലാം തന്നെ ഉള്ളത്. കാരണം മറ്റൊന്നുമല്ല, ഇയാളുടെ ഒരു നേരത്തെയുള്ള ഒരു ശീലം, അത് ഈ വീടും പരിസരവും എല്ലാം തന്നെ ആ ഒരു പരിസരത്തെല്ലാം തന്നെ ചുറ്റി നിൽക്കുക, അതിനോടൊപ്പം തന്നെ ഭക്ഷണം കൃത്യമായി ലഭിക്കുന്ന ഇടങ്ങളിലേക്ക് പുറത്തെവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഒരുപക്ഷെ ഭക്ഷണം ലഭിക്കുകയില്ല എന്നുള്ളൊരു കാര്യം അദ്ദേഹത്തിന് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതി ഒരുപക്ഷെ ഈ മേഖലയിലൊക്കെ തന്നെ ചുറ്റിക്കറങ്ങാനായ ഒരു സാധ്യത. ഈ മേഖല വളരെ, അതായത് ചെറുപ്പകാലം മുതൽ തന്നെ ഈ ചെന്താമര ഈ പ്രദേശത്തുള്ള ആളായതിനാൽ തന്നെ അയാൾക്ക് കൃത്യമായി ഓരോ ഇടവും അറിയാവുന്ന ഇടമാണ്. കൂടാതെ അധികം ആളുകളോടും ഒന്നും തന്നെ കുറച്ച് കാലങ്ങളായി തന്നെ ചെന്താമര ഈ സംസാരിക്കുകയോ അല്ലെങ്കിൽ മറ്റ് അടുത്ത ബന്ധം പുലർത്തുകയോ ഒന്നും തന്നെ ചെയ്തിരുന്നില്ല. സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കുക, ആ രീതിക്ക് തന്നെ പ്രവർത്തിക്കുക എന്ന ഒരു കാര്യമാണ് നേരത്തെ തന്നെ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു യാതൊരു വിധത്തിലും ഒരു ദാക്ഷിണ്യവും ഇല്ലാത്ത തരത്തിലുള്ള ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു കാര്യമാണ് അവരും പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ വടിയും മറ്റ് ആയുധങ്ങളും എല്ലാമായി ഇവിടെ പരിശോധന എല്ലാം തന്നെ നടത്തുന്നത്. ശരി, ലിഷയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ചെന്താമര എന്ന 2 പേരെ ഇന്ന് രാവിലെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ പ്രതിക്ക് വേണ്ടി നാട്ടുകാരുടെ തന്നെ നേതൃത്വത്തിൽ തിരച്ചിൽ നടത്തുന്നുവെന്നാണ്. അവിടെ ഒരിടത്ത് അയാളെ കണ്ടതായി ചില നാട്ടുകാർ പറയുന്നു. അതിനനുസരിച്ചുള്ള തിരച്ചിൽ നടത്തുന്നു. അതേസമയം പോലീസും, അവർക്കിടയിലും പോലീസുണ്ട്, അല്ലാതെയും പോലീസിന്റെ വിവിധ സംഘങ്ങൾ ഈ പ്രതിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തിയാണ്. ഒരു കുടുംബത്തിലെ 3 പേരെയാണ്, ഭാര്യയും ഭർത്താവും അമ്മയും അടക്കം 3 പേരെയാണ് ഈ ചെന്താമര എന്ന പ്രതി കൊലപ്പെടുത്തിയിട്ടുള്ളത്.